ഒരു വമ്പൻ നീക്കത്തിനൊരുങ്ങുകയാണ് കേന്ദ്രം. ഇതിന്റെ ഭാഗമായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് അരുൺ ജെയ്റ്റ്ലിയുടെ കാലത്ത് ഉണ്ടാക്കിയ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം ഡീസലും പെട്രോളും അടക്കം GSTയിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. 2017 ജൂലൈ 1 ഇത്തരത്തിലൊരു യോഗം വിവിധ സംസ്ഥാനങ്ങളുടെ വിളിച്ചുകൂട്ടിയിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുടെ യോഗം വിളിച്ചുകൂട്ടിയിരുന്നു. പക്ഷേ ചില സംസ്ഥാനങ്ങൾ അതിനെ അനുകൂലിച്ചില്ല. ഭാവിയിൽ ഇത് വന്നു ചേരേണ്ടത് തന്നെയാണ്. എല്ലാ എണ്ണ ഉൽപ്പന്നങ്ങളും GSTക്ക് കീഴിൽ വന്നു ചേരേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വീണ്ടും GST യോഗത്തിൽ ഇത് വീണ്ടും അവതരിപ്പിക്കാൻ കേന്ദ്രം ആഗ്രഹിക്കുന്നു. സംസ്ഥാനങ്ങൾ കൂടി പിന്തുണച്ചു കഴിഞ്ഞാൽ ഇത് രാജ്യത്തെല്ലായിടത്തും പെട്രോളിനും ഡീസലിനും ഒരേ നികുതി തന്നെയാകും. നികുതിയുടെ ഘടന എത്ര വേണം എന്നുള്ളത് സംസ്ഥാനങ്ങൾക്ക് കൂടി ആലോചിച്ച് തീരുമാനിക്കാവുന്നതാണ്. ഏതായാലും ഒരു വമ്പൻ നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാ സംസ്ഥാനങ്ങളും ഇതിനെ അനുകൂലിക്കുകയാണ് എങ്കിൽ രാജ്യമെമ്പാടും ഡീസൽ പെട്രോൾ വില കുറയുക മാത്രമല്ല എല്ലായിടത്തും ഒരേ നികുതി തന്നെയാകും. അത് 18% GST ആണോ അതോ 28% GST ആണോ എന്നൊക്കെ സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയും. ഏതായാലും വലിയ രീതിയിൽ തന്നെ നമ്മളുടെ തുക കുറയും എന്നുള്ള കാര്യം സാധാരണപ്പെട്ടവരെ സംബന്ധിച്ച് വളരെ സന്തോഷം പകരുന്ന കാര്യമാണ്. കഴിഞ്ഞ തവണ അതായത് 2017 നടന്ന ഈ ചർച്ചയിൽ ആ GST യോഗത്തിൽ കേരളമടക്കം അതിനെ എതിർത്തിരുന്നു. ഇത്തവണ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ വില കുറഞ്ഞ് നമുക്ക് പെട്രോൾ ഡീസലും അടിക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.